കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ, തൻ്റെ പുത്രനെ ബലിയായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ദൈവം തയ്യാറായി. അതാണ് ബൈബിളിൻ്റെ സന്ദേശം. അതാണ് ക്രൈസ്തവ സന്ദേശം. ബൈബിളിൻ്റെ സന്ദേശം മുഴുവൻ ഒരൊറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കോണം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് സുവിശേഷം. ദൈവം തൻ്റെ സ്നേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയല്ലേ ചെയ്തത്, കൊടുത്തുകൊണ്ട്, നൽകിക്കൊണ്ട് കർത്താവ് തെളിയിച്ചത്. ഒരു ശരിയായ സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്. അവിടെ ഒരു ത്യാഗമുണ്ട്, അവിടെ ഒരു സാക്രിഫൈസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുത്രനെ നൽകി സുവിശേഷത്താൽ ലോകത്തെ സ്നേഹിച്ചെങ്കിൽ, തൻ്റെ പുത്രൻ്റെ ജീവൻ നൽകിയെങ്കിൽ, ആ സുവിശേഷത്തിന് വേണ്ടി ഞാനും നിങ്ങളും നമ്മുടെ സമയം നൽകണം, നമ്മുടെ പ്രാർത്ഥന നൽകണം, നമ്മുടെ സഹകരണം സുവിശേഷ വേലയ്ക്ക് നൽകണം. നമ്മളുടെ സാമ്പത്തിക നന്മയിൽ നിന്ന് സുവിശേഷത്തിനായി ത്യാഗം അനുഭവിച്ചുകൊണ്ട് വേർതിരിക്കണം. യെസ്, അവിടെ ഒരു ത്യാഗമുണ്ട്. പക്ഷേ ആ ത്യാഗത്തെ കർത്താവ് ഒരിക്കലും മറക്കില്ല. തൻ്റെ പുത്രനെ വിതച്ചപ്പോൾ ജനകോടികളെ ക്രിസ്തു നിമിത്തം കൊയ്തെടുത്തെങ്കിൽ, ദൈവം രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, തൻ്റെ മക്കളാക്കി മാറ്റിയെങ്കിൽ, ഈ ദൈവിക വേലയിൽ നമുക്കും പങ്കാളികളാകാം. ഈ നമ്മുടെ TV പ്രോഗ്രാമുകളുടെ മിഷൻ മാസങ്ങളാണ്. 3 വർഷത്തിന് ശേഷം നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടും ഇടപെടുന്നു. നൽകുക. എൻ്റെ പുത്രനെ നൽകി ഞാൻ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ ആ പുത്രൻ്റെ സുവിശേഷം മറ്റൊരാൾ കൂടി എത്തിക്കുവാൻ നിങ്ങളും നൽകുമോ? നമുക്ക് മിഷൻ മൻസിൽ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാം. I am excited because every church in Aurangabad, every church in Aurangabad, upon you, receive. God is love. Step in your hand. Hallelujah, hallelujah. The name of Jesus യേശുവിന്റെ നാമം is the power of attorney that the church has given. ആ നാമം സഭയ്ക്ക് നൽകപ്പെട്ട അധികാരമത്രേ. This is why the Bible says, അതുകൊണ്ട് വചനം പറയുന്നത്, whatever you do, നിങ്ങൾ എന്തു ചെയ്താലും, word or in deed, നിങ്ങളുടെ വാക്കിനാലോ ക്രിയയാലോ, do it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് ചെയ്യുവിൻ. Hallelujah. Hallelujah. Tonight, ഇന്ന് രാത്രി we are going to see the power in the name of Jesus. യേശുവിന്റെ നാമത്തിലുള്ള അധികാരത്തെ നമ്മൾ ഇന്ന് കാണുവാൻ പോകുകയാണ്. Yesterday night we saw miracles after miracles. കഴിഞ്ഞ രാത്രി നമ്മൾ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ കണ്ടു. Miracle does not happen because of someone preaching. അത്ഭുതങ്ങൾ ഇവിടെ ആരെങ്കിലും ശുശ്രൂഷിക്കുന്നത് കൊണ്ട് നടക്കുന്നതല്ല. The miracle happens അത്ഭുതങ്ങൾ നടക്കുന്നു because Jesus said, യേശു ഇപ്രകാരം പറഞ്ഞു, whatever you ask in my name, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് തന്നെ the ചോദിച്ചാൽ Father will give you. പിതാവ് അത് നിങ്ങൾക്ക് തരും. Tonight, ഇന്ന് രാത്രി that Jesus is here. യേശു ഇവിടെ ഉണ്ട്. That Jesus is here. അത് യേശു ഇവിടെ ഉണ്ട്. Number one, ഒന്നാമത്തെ കാര്യം, believe one thing. ഒറ്റ കാര്യം You are വിശ്വസിച്ചാൽ not a stranger anymore. നിങ്ങൾ യേശുവിൽ അന്യരല്ല. You are a member of God's own house. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ഭവനക്കാരാണ്. Number two, രണ്ടാമത്തെ കാര്യം, you are the redeemed of the blood of Jesus. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. No devil can touch you. ഒരു പിശാചിനും നിങ്ങളെ തൊടുവാൻ പറ്റത്തില്ല. The Bible says, വചനം ഇപ്രകാരം പറയുന്നു, one time, ഒരു ദിവസം 70 disciples, 70 ശിഷ്യന്മാർ they came to Jesus. അവർ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. 70 disciples, 70 ശിഷ്യന്മാർ 70 disciples, 70 ശിഷ്യന്മാർ they came to Jesus അവർ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. and said, Jesus, യേശുവേ, even the devils are subjected to us in your name. പിശാച് പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. They did not say, അവർ ഇപ്രകാരം പറഞ്ഞില്ല, the devils are subjected to you in your name. നിന്റെ നാമത്തിൽ പിശാച് നിനക്ക് കീഴടങ്ങുന്നു എന്നല്ല അവർ പറഞ്ഞത്. Nay, they said, അവർ ഇപ്രകാരം പറഞ്ഞു, the devil പിശാച് is subjected to us പിശാച് ഞങ്ങൾക്ക് കീഴടങ്ങുന്നു in your name. നിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Every situation,
ഓരോ സാഹചര്യങ്ങളും आज रात में यहाँ पर कोई भी परिस्थिति हो, या if it is sickness, ഏത് പ്രശ്നമായാലും അത് രോഗമായിരിക്കാം, if it is financial problem, സാമ്പത്തികപരമായ പ്രശ്നങ്ങളായിരിക്കാം, whatever it is, എന്ത് തന്നെ ആയാലും it is under your feet in Jesus name. യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളുടെ കാൽ ചുവട്ടില്ല. Can you shout and say, ഇന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, every problem എല്ലാ പ്രശ്നങ്ങളും is under my feet എന്റെ കാലിന്റെ കീഴിലത്രേ, in Jesus name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. You say every problem ഇങ്ങനെ പറഞ്ഞാട്ടെ, എല്ലാ പ്രശ്നങ്ങളും സകല പ്രശ്നങ്ങളും is under my feet എന്റെ കാലിന്റെ കീഴില, in Jesus name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. Bible never said വചനം ഇപ്രകാരം പറഞ്ഞില്ല, कोई pastor या कोई anointed special anointing वाले के नीचे नहीं. The Bible said anyone who believes. ഏതെങ്കിലും ഒരു പാസ്റ്ററിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അഭിഷേകം ലഭിച്ചവരുടെ കാൽ കീഴിൽ നിന്നല്ല, എല്ലാവരുടെയും കാൽ കീഴിൽ. आज रात को I can guarantee you, ഇന്ന് രാത്രി എനിക്ക് ഉറപ്പോടെ നിങ്ങളോട് പറയാൻ പറ്റും, स्टेज में कोई स्पेशल खड़ा नहीं है. ഈ വേദിയിൽ ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയും ഇരിപ്പില്ല. I am as ordinary as you are, ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണ ഒരു വ്യക്തിയാണ്, but I have authority. പക്ഷെ എനിക്കൊരു അധികാരമുണ്ട്. You have authority. നിങ്ങൾക്കൊരു അധികാരമുണ്ട്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. बोलो यीशु मसीह की जय. When disciple came, ആ ശിഷ്യന്മാർ വന്നു. the Bible says വചനം ഇപ്രകാരം പറയുന്നു, 70 came. 70 പേര് വന്നു. अगर बाइबल बोलता कि 12 लोग आए तो हम सोचते वो चेले वाला सुपर अनॉइंटिंग. വചനം 12 പേര് കടന്നു വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചേനെ അവർക്ക് എന്തോ പ്രത്യേകതര അഭിഷേകമുള്ളവരാ. बाइबल से 70. പക്ഷെ വചനം പറയുന്നു 70. माने 12 नहीं, कोई भी. 12 പേരല്ല, ആർക്കും. पड़ोस वाले से बोले वो कोई में आप भी आते हैं. അടുത്തിരിക്കുന്ന ഒരാളോടൊന്ന് പറഞ്ഞിട്ട്, ആ 70 പേരിൽ നിങ്ങളുമുണ്ട്, നിങ്ങൾക്കും അത് സാധ്യമാണ്. कोई भी. ആർക്ക് വേണമെങ്കിലും. आज यहाँ पर एक बच्चा भी खड़ा होकर यीशु का नाम बोलेगा तो यहाँ का सब भूत भाग जाएगा. ഇന്ന് ഇവിടെ ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമം പറഞ്ഞാലും ഇവിടെ പിശാച് അലറിയോടും. हाँ, एक बच्चा भी खड़ा होकर कैंसर निकलो बोलेगा, कैंसर पीछे मुड़ कर नहीं देखेगा, भाग जाएगा. ഒരു കൊച്ചുകുട്ടി ഇവിടെ എഴുന്നേറ്റ് നിന്ന് ക്യാൻസർ പുറത്തു പോകുവാൻ പറഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാതെ ക്യാൻസർ ഇവിടുന്ന് ഓടിപ്പോകും. Even children, കൊച്ചുകുട്ടികൾ പോലും, small children, ചെറിയ കുട്ടികൾ പോലും cast out demon like this, ഇന്ന് പിശാചിനെ ഇതുപോലെ പുറത്താക്കും. heal the sick like this. ഇന്ന് രോഗികളെ ഇതുപോലെ സൗഖ്യമാക്കും. Why? എന്തുകൊണ്ടാ? Bible says വചനം പറയുന്നു, every circumstance സകല പ്രശ്നങ്ങളും is under our feet. ഇന്ന് സകല പ്രശ്നങ്ങളും എന്റെ കാൽ ചുവട്ടിൽ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഹല്ലേലൂയ. The Bible says വചനം പറയുന്നു, in Hebrews chapter 2, എബ്രായർ 2-ാം അധ്യായം, God made us little lower than angels, നമ്മളെ ദൈവം ദൂതന്മാരുടെ തൊട്ട് താഴെയാക്കി വെച്ചു, but clothed us with honor and glory, പക്ഷെ മഹത്വവും തേജസ്സിനാലും അവൻ നമ്മളെ ധരിപ്പിച്ചു. and subjected everything under us. ഇന്ന് സകലതും നമ്മുടെ കാൽ കീഴിലാക്കി വെച്ചു. यहाँ कोई दारू का दुकान है, ഇവിടെ ഏതെങ്കിലും മദ്യശാലകളുണ്ടോ? यहाँ का बच्चा जाके बोलेगा यीशु के नाम में बंद हो जाओ, बंद हो जाएगा. ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടി കടന്നു ചെന്ന് യേശുവിന്റെ നാമത്തിൽ അടയട്ടെ എന്ന് പറഞ്ഞാൽ बंद അടഞ്ഞിരിക്കും. होना ही है. അത് അടഞ്ഞേ പറ്റത്തുള്ളൂ. I can tell pastors, ഇവിടെ നിൽക്കുന്ന പാസ്റ്റേഴ്സിനോട് ഞാൻ പറയട്ടെ, शैतान का इंटरव्यू मत लेना. പിശാചിന്റെ അഭിമുഖം ഒരിക്കലും എടുക്കരുത്. वो झूठ और झूठ बोलने का बाप है. അവൻ കപടം പറയുന്നവനും കപടത്തിന്റെ അപ്പനും അത്ര. कोई कोई आके भूत से बोलता है जाओगे, ചിലര് പിശാചിന്റെ അടുക്ക വന്ന് പറയും, ഒന്ന് പോയി തരാമോ? भूत बोलेगा नहीं जाएंगे. പിശാച് പറയും, ഞാൻ ഒരിക്കലും പോകത്തില്ല, प्लीज जाओ ना. ദയവായി ഒന്ന് പോയി തരാമോ? कहां से आए? എവിടെ നിന്നാ വന്നേ? वो कलकत्ता से आया है तो बोलेगा बॉम्बे से आया है. അവൻ കൽക്കട്ടയിൽ നിന്നാ വന്നെങ്കിൽ അവൻ പറയും ബോംബെ നിന്നാ വന്നേ. सातान का इंटरव्यू नहीं लेना. പിശാചിന്റെ അഭിമുഖത്തെ ഒരിക്കലും എടുക്കരുത്. यीशु के नाम में യേശുവിന്റെ നാമത്തിൽ निकलो. ഇവിടുന്ന് വിട്ടുപോകൂ. That is it. അത്രേ ഉള്ളൂ. घूम के भी नहीं देखेगा. അവൻ തിരിഞ്ഞു പോലും നോക്കാതെ ഓടിപ്പോകും. घूम के भी नहीं देखेगा. തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ഓടിപ്പോകും. क्यों? എന്തുകൊണ്ടാ? क्योंकि उसको पता है ये नाम. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ ഈ നാമത്തെ അറിയാം. याद आ जाता है उसको. അവൻ ഓർമ്മ വരും. जितना भी ट्रैफिक ब्लॉक होता है ना, എത്രത്തോളം ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ ഉണ്ടെങ്കിലും जब बत्ती वाला गाड़ी आता है तो सब हट जाता है. ചുമല ലൈറ്റുള്ള വണ്ടികൾ വരുമ്പോൾ എല്ലാം മാറിക്കൊടുക്കും. जब विश्वासी आता है ना, ഇന്ന് വിശ്വാസികൾ കടന്നു വരുമ്പോൾ ये लाल यीशु का लहू, യേശുവിന്റെ ആ വെട്ടം, യേശുവിന്റെ ആ പ്രകാശം, हट जाओ, അവിടെ നിന്ന് മാറിക്കൊടുക്ക്. हट जाओ, അവിടെ നിന്ന് മാറിക്കൊടുക്ക്. हट जाओ, അവിടെ നിന്ന് മാറിക്കൊടുക്ക്. हट जाओ, മാറിക്കൊടുക്ക്. हट जाओ, മാറിക്കൊടുക്ക്. हट जाओ. മാറിക്കൊടുക്ക്.
क्यों हटता है जानते हो? എന്തുകൊണ്ടാ മാറിക്കൊടുക്കുന്നതെന്ന് മനസ്സിലായോ? क्योंकि मिस्टर लूसीफर, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൂസിഫർ बच्चे लूसीफर को बोले हैं, ചെറിയ ചെറിയ കുട്ടിപ്പിശാചുകളോട് പറയും, देखो तुम किसी को भी कुछ करो कोई प्रॉब्लम नहीं, നീ ആരോട് വേണമെങ്കിലും കളിച്ചോ കുഴപ്പമില്ല, पर ये लाल बत्ती वालों को मत छूना। യേശുവിന്റെ രക്തത്താൽ മറക്കപ്പെട്ടവരോട് കളിക്കരുത്. इसीलिए क्यों എന്തുകൊണ്ടാ? कि इसको बचाने के लिए परमेश्वर अपने बेटे को भी दे दिया। കാരണം അവനെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് അവന്റെ പുത്രനെ വരെ നൽകി. अगर बेटे को दे दिया, അവൻ പുത്രനെ നൽകിയെങ്കിൽ इसको कहीं छुए तो पूरा स्वर्ग तुम्हारे पीछे आ जाएगा। അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ മുഴു സ്വർഗവും നിന്റെ പുറകെ വരും. बोलो यीशु मसीह की जय। हालेलुया। ഹല്ലേലൂയ. और विश्वासी बोलता है, വിശ്വാസികൾ ഇങ്ങനെ പറയും, शैतान हमको मारा। അയ്യോ പിശാചിന്റെ പോരാട്ടമാണ്. शैतान वहां थरथरा के बोलता है, പിശാച് അവിടെ നിന്ന് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. हमको काहे मारो, ഞങ്ങൾ നിന്നോടൊന്നും ചെയ്യുന്നില്ലല്ലോ, हम कुछ नहीं करते हैं, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ हम നിന്നോട്. यहाँ से चले जाते हैं। ഞങ്ങൾ ഈ സൈഡിൽ കൂടെ പോകുന്നതേ आज ഉള്ളൂ. मीटिंग के बाद जब जाओगे, ഇന്ന് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, एक बच्चा भी यहाँ से निकलेगा, ഇന്ന് ഇവിടെ നിന്ന് ഒരു കുട്ടി കടന്നു പോകുമ്പോൾ शैतान बोलेगा भागो। പിശാച് പറയും ഓടിക്കോ. हालेलुया। थैंक यू जीसस। The Bible says വചനം പറയുന്നു वो 70 आ गए। ആ 70 പേര് കടന്നു വന്നു. जीसस യേശുവേ, चमत्कार हो गया। വളരെ ആശ്ചര്യമായിരിക്കുന്നു. सब भूत हमारे पैर के नीचे। സകല ഭൂതങ്ങളും ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ. हम तो सोचे आप देव के पुत्र हो, आपके पैर के नीचे आएगा, ये तो हमारे भी पैर में नीचे आने लगा। ഞങ്ങൾ ചിന്തിച്ചു, കർത്താവേ നീ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് നിന്റെ കാൽച്ചുവട്ടിൽ വരും, പക്ഷെ ഇത് ഞങ്ങളുടെ കാൽച്ചുവട്ടിൽ പിശാച് വന്നിരിക്കുന്നു. said, യേശു പറഞ്ഞു, I'll tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. I saw Satan ഞാൻ പിശാചിനെ കണ്ടു, fall like lightning. മിന്നൽ പോലെ താഴെ വീഴുന്നു. I saw Satan. ഞാൻ പിശാചിനെ കണ്ടു. वो तुम नहीं कर सकते हो, हम करेंगे। നിങ്ങൾക്ക് കഴിയാത്തതിനെ ഞാൻ സാധിപ്പിച്ചു. तो हिला के गिरा दिए, അവനെ വലിച്ചു താഴെയിട്ടു. सब हथियार ले लिए। അവന്റെ സർവ്വ ആയുധങ്ങളും താഴെ വെപ്പിച്ചു. तुम जाके अब क्या करना? നിങ്ങൾ ഇനി പോയി എന്താ ചെയ്യേണ്ടത്? इसको कुचलना, അവനെ ചവിട്ടി മെതിക്കണം. कुचलना। ചവിട്ടി മെതിക്കണം. That is a born again believer. അതാ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസി. That is a born again believer. അതാ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസി. Hallelujah. ഹല്ലേലൂയ. We are the power of attorney holders of the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അധികാരത്തെ കൈയടക്കി വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. I am talking to those who have believed Jesus as their Lord. ഇന്ന് ഞാൻ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചവരോടാ പറയുന്നത്. Stop crying. കരച്ചിൽ നിർത്തിക്കേ. Stop crying. വിലപിക്കുന്ന നിർത്തിക്കേ. Start roaring. ഇന്ന് ഗർജിക്കാൻ ആരംഭിച്ചേ. Stop crying. കരച്ചിൽ നിർത്തിക്കേ. Stop roaring. ഗർജിക്കാൻ ആരംഭിച്ചേ. You are the child of the lion of the tribe of Judah. ഇന്ന് യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മകനാ നീ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. एक बच्चा भी बोलेगा, ഇന്ന് ഒരു കുട്ടി പറഞ്ഞാലും यीशु के नाम. യേശുവിന്റെ നാമം. You know what happens? നിങ്ങൾക്കറിയാമോ എന്താ സംഭവിക്കുന്നത്? आप देखे नहीं हो, हम देखे हैं. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. When you say Jesus, യേശുവെന്ന് നിങ്ങൾ പറയുമ്പോൾ thousands of angels with a sword are ready. ആയിരക്കണക്കിന് ദൂതന്മാർ വാളുകൾ ഉയർത്തിപ്പിടിച്ച് തയ്യാറായി നിൽക്കുകയാണ്. They go what you say. ഇന്ന് നിങ്ങൾ പറയുന്നതിൽ പോകുവാൻ തയ്യാറായി. Are you a believer? ഇന്ന് നിങ്ങൾ വിശ്വാസിയാണോ? The Bible says, വചനം പറയുന്നു, Jesus said, യേശു പറഞ്ഞു, oh, you will trample. നിങ്ങൾ ചവിട്ടി മെതിക്കും. But then Jesus said, പിന്നെ യേശു പറഞ്ഞു, do not rejoice at this, ഇതിലൊക്കെ സന്തോഷിക്കരുത്, but rejoice സന്തോഷിക്കണം, because your name is written in heaven. നിങ്ങളുടെ നാമം സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. ये भूत निकल गया, उसीलिए काय खुश हो रहे हो? ഇവിടെ ഭൂതം പുറത്താകുന്നു, നിങ്ങൾ ഇതിനെന്തിനാ സന്തോഷിക്കുന്നത്? उससे भी खुशी है क्योंकि तुम्हारा नाम स्वर्ग में लिखा गया है. അതിനേക്കാളും സന്തോഷമേറിയ ഒന്നുണ്ട്, നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. अरे स्वर्ग में लिखा है तो क्या है? ഇന്ന് സ്വർഗ്ഗത്തിൽ പേരെഴുതി വെച്ചു, അതിനെന്താ? अगर नाम स्वर्ग में लिखा है, ഇന്ന് നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയെങ്കിൽ नंबर 1, ഒന്നാമത്തെ കാര്യം, स्वर्ग तुम्हारा है, സ്വർഗ്ഗം നിങ്ങളുടേതാ, स्वर्गदूत तुम्हारा है, സ്വർഗീയ ദൂതന്മാർ നിങ്ങളുടേതാ. भूत क्या कोई भी शक्ति तुम्हारे सामने खड़ा नहीं होगा. പിശാചിനാൽ ഒരു ശക്തിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാൻ പോലും बोलो പറ്റില്ല. यीशु मसीह की जय. जय. Jesus is not the God of Christian. യേശു ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, He is our friend. അവൻ നമ്മളുടെ സ്നേഹിതനാ. He was our mediator. അവൻ നമ്മളുടെ മധ്യസ്ഥനത്രേ. He is our intercessor. അവൻ നമ്മളുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാ. Thank you, Jesus. If He can save us, അവൻ നമ്മളെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ He can protect us also. അവൻ നമ്മളെ സംരക്ഷിക്കാനും പറ്റും. Not only on this earth, ഈ ലോകത്തിൽ മാത്രമല്ല, He is going to come back അവൻ വീണ്ടും വരുവാൻ പോവുകയാ.
वो आने वाले हैं. അവൻ തീർച്ചയായും വീണ്ടും വരും. देखो, आंख खोल के देखो सब जगह. ഈ കണ്ണുകളൊക്കെ ഒന്ന് തുറന്ന് എല്ലായിടത്തും ഒന്ന് നോക്കിക്കേ. यीशु आने वाले हैं. യേശു വന്നോണ്ടിരിക്കുക. किसके लिए आ रहे हैं? ആർക്ക് വേണ്ടി അവൻ വരുന്നത്? जिसका नाम वहां लिखा हुआ है. ആരുടെ പേരാണോ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി. वहां नाम लिखा हुआ है. ആരുടെ പേരാണോ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി. You will ask me tonight. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, कैसे मेरा नाम वहां लिखेंगे? എന്റെ പേര് എങ്ങനെയാ അവിടെ എഴുതപ്പെടുന്നത്? Very easy. വളരെ എളുപ്പമാ. यीशु का नाम पुकारो. യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞാട്ടെ. केवल वो है जो स्वर्ग पर आपका नाम लिख सकता है. ഇന്ന് യേശുവിന്റെ നാമം നീ വിളിച്ചു പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നിന്റെ പേര് എഴുതപ്പെടും. Hallelujah. ഹല്ലേലൂയ. The moment you say Jesus, നീ യേശു എന്ന് പറയുന്ന നിമിഷം the angel takes the pen ദൂതന്മാർ പേനകൾ എടുക്കാൻ തുടങ്ങും. and writes your name in the book of life. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതുവാൻ തുടങ്ങും. You will ask me, എന്നോട് നിങ്ങൾ ചോദിക്കും, तंगू भैया आप कैसे जानते हैं? സഹോദര താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി? मेरे चर्च के एक महिला, ഞങ്ങളുടെ സഭയിൽ ഒരു സ്ത്രീയുണ്ട്. she died. അവർ മരിച്ചുപോയി. Died in the flight. ഫ്ലൈറ്റിൽ പോകുമ്പോൾ മരിച്ചുപോയി. The flight made emergency landing into Ireland. അയർലൻഡിൽ ആ ഫ്ലൈറ്റിന് അടിയന്തിരമായി ഇറക്കേണ്ടി വന്നു. Dead body was taken to the mortuary. ആ ശവശരീരം മോർച്ചറിയിലേക്ക് എടുത്തു. She said like this, അവർ ഇങ്ങനെ പറഞ്ഞു, when the body was beating to death because of heart attack, ഹാർട്ട് അറ്റാക്ക് മൂലം എൻ്റെ ശരീരം മരിച്ചുകൊണ്ടിരുന്നപ്പോൾ the inner man came out, എൻ്റെ അകത്തെ മനുഷ്യൻ വെളിയിലേക്ക് വന്നു. saw the body. എൻ്റെ ആ ശരീരത്തെ അവൻ കണ്ടു. They was taken to the heaven. എന്നെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. She stood there അവിടെ നിന്നു. and the book was open. ആ ജീവന്റെ പുസ്തകം തുറന്നു. We call her Ammani auntie, അവരെ ഞങ്ങൾ അബ്ണിയാണ്ടി എന്നാ വിളിക്കുന്നത്. but her official name is Annama. പക്ഷെ അവരുടെ യഥാർത്ഥ നാമം അന്നമ്മയാണ്. The book was open. അവ പുസ്തകം തുറന്നു. One elder stood up ഒരു മൂപ്പൻ എഴുന്നേറ്റ് നിന്നു. and said, Annama is here. എണ്ണീറ്റ് നിന്ന് പറഞ്ഞു, അന്നമ്മ എന്ന പേര് ഇവിടെയുണ്ട്. All the elders were looking here and there. എല്ലാ മൂപ്പന്മാരും അവിടെ ഇവിടെ നോക്കുവാനായിട്ട് She തുടങ്ങി. was afraid. അവർ വളരെ പേടിച്ചുപോയി. Everything bad she has done, now they will speak. എന്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകളെല്ലാം അവരിപ്പോൾ വിളിച്ചു പറയും. After 10-20 seconds, 10-20 നിമിഷത്തിന് ശേഷം an elder stood up ഒരു മൂപ്പൻ എഴുന്നേറ്റ് നിന്നു. and said like this, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, there is no condemnation on her because she is in Jesus Christ. അവളുടെ പേരിൽ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല, അവർ യേശു ക്രിസ്തുവിലായതുകൊണ്ട്. Hallelujah. ഹല്ലേലൂയ. She came back. സഹോദരി തിരിച്ചു വന്നു. She testified. സാക്ഷ്യം പറഞ്ഞു, Tonight, ഇന്ന് രാത്രി I know whom I am preaching. ഞാൻ ആരെ ശുശ്രൂഷിക്കുന്നു ഞാൻ അറിയുന്നു. I know whom I am preaching. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. Jesus Christ, യേശു ക്രിസ്തു, the Son of the living God, ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ the പുത്രൻ, only Savior, ഒരേ ഒരു രക്ഷകൻ, the way, the truth and the life. വഴിയും സത്യവും ജീവനുമായവൻ. No other name ഒരു നാമത്തിനും can save you. ഒരു നാമത്തിനും നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ല. Only Jesus. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. Hallelujah. ഹല്ലേലൂയ. Tonight he's here. അവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. He's going to heal the sick. അവൻ രോഗികളെ സൗഖ്യമാക്കാൻ പോകും. He's going to cleanse you. അവൻ നിങ്ങളെ കഴുകാൻ പോവുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? But before that, അതിനു മുമ്പായി I want to invite anyone എല്ലാവരെയും ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. who has never said, Jesus, come into my life. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവരോട് I don't want you to go back without writing your name in the book of life. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാതെ നിങ്ങൾ മടങ്ങി പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Because eternity is running parallel to you. കാരണം നിത്യത നിങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒന്നാണ്. Anything can happen anytime. ഏത് സമയത്തും എന്തും സംഭവിക്കാം. You can be lost നിങ്ങൾക്ക് നഷ്ടപ്പെടാം, or you can be gained. നിങ്ങൾക്ക് നേടിയെടുക്കാം. मर सकते हो और जी सकते हो. മരിക്കാം, നിങ്ങൾക്ക് ജീവിക്കാം. Difference will be Jesus Christ. ആ വ്യത്യാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ. Tonight, ഇന്ന് രാത്രി anyone sitting over here, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, I am not bothered whether you might be the richest man in this place. ഈ സ്ഥലത്തെ വലിയൊരു ധനവാനായിരിക്കാം നിങ്ങൾ, എനിക്കതിൽ ചിന്തയില്ല. But without Jesus, you cannot reach God. പക്ഷേ യേശു ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുക്ക് എത്താൻ പറ്റത്തില്ല. I'm not bothered. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല. Whoever you are, നിങ്ങൾ ആരാണെങ്കിലും without Him, യേശുവില്ലാതെ you cannot reach anywhere. ഒരിടത്തും നിങ്ങൾക്ക് എത്താൻ പറ്റത്തില്ല. I'm not talking of Christianity. ഞാൻ ക്രിസ്ത്യാനിത്വത്തെ പറ്റിയല്ല പറയുന്നത്, I'm talking of the Savior. ഞാൻ രക്ഷകനെ പറ്റിയാ പറയുന്നത്. His name is Jesus. അവന്റെ പേര് യേശു എന്നാണ്. He's here tonight. അവൻ ഇന്ന് ഇവിടെയുണ്ട്. I can hear Him എനിക്ക് അവനെ കേൾക്കാം. walking among the people, ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അവൻ. watching anyone ready to say, I want Jesus. ഇന്ന് യേശുവെ ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാണെന്ന് പറയുന്ന ഓരോരുത്തരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുക. You are not going to
change religion, you are going to change family. ഇന്ന് നിങ്ങളുടെ മതത്തെ മാറ്റുവാനല്ല നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ കുടുംബത്തെ മാറ്റുവാനായിട്ടാണ് പോകുന്നത്. From ordinary man to the member of the household of God. ഇന്ന് സാധാരണ മനുഷ്യനിൽ നിന്ന് ദൈവത്തിന്റെ ഭവനക്കാരനിലേക്ക്. Hallelujah! ഹല്ലേലൂയ! അതെ പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയട്ടെ, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി ദൈവം നമ്മെ സ്നേഹിച്ചു. ഇന്ന് ആ പുത്രൻ, നൽകപ്പെട്ട പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കൊന്ന് പ്രാപിക്കാം. അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, നമുക്ക് ലഭിച്ച പുത്രൻ്റെ സുവിശേഷം വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പുത്രനെ നൽകിയപ്പോൾ പുത്രൻ്റെ കൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. രോഗസൗഖ്യം, അനുഗ്രഹം, സമാധാനം, ഏറ്റവും വലുത് പാപമോചനവും നിത്യജീവൻ്റെ പ്രത്യാശയും. അത് നമ്മൾ പ്രാപിച്ചെങ്കിലേ ദൈവത്തിന് സന്തോഷമാകുള്ളൂ. ഒരമ്മ ഭക്ഷണമെല്ലാം തയ്യാറാക്കി കുഞ്ഞുങ്ങൾ കഴിച്ചെങ്കിലേ അമ്മയ്ക്ക് സന്തോഷമാകുള്ളൂ. സോ നിങ്ങൾ സൗഖ്യമാകണം, നിങ്ങൾ രക്ഷ പ്രാപിക്കണം, നിങ്ങൾ പാപമോചനം പ്രാപിക്കണം, നിങ്ങൾ സമാധാനം പ്രാപിക്കണം. അല്ലെങ്കിൽ പുത്രനെ സാക്രിഫൈസ് ചെയ്തതിൻ്റെ ആ ദൈവിക ഉദ്ദേശം നിറവേറില്ല, ദൈവം ദുഃഖിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ആ അനുഗ്രഹം പ്രാപിക്കുക മാത്രമല്ല, ഇനി കിട്ടാനുള്ള ഒരാൾക്ക് കൂടെ കൊടുക്കണ്ടേ. ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് സുവിശേഷം വെച്ചതെങ്കിൽ സുവിശേഷത്താൽ അനുഗ്രഹം പ്രാപിച്ച ഓരോ വിശ്വാസിയുടെയും കടമയാണ് മറ്റൊരാൾക്ക് കൂടെ സുവിശേഷം എത്തിക്കുക. ഈ ലോകം മുഴുവൻ ഒന്നിച്ച് സുവിശേഷം പറയാൻ എനിക്ക് നിങ്ങൾക്കും പറ്റില്ല. പക്ഷേ ഈ TV പ്രോഗ്രാം എൻ്റെയും നിങ്ങളുടെയും കൂടെ, നമുക്കൊന്നിച്ച് ഈ TV പ്രോഗ്രാമിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകമെങ്ങും ഈ സുവിശേഷം എത്തിക്കാം. സോ ഇന്ന് നൽകപ്പെട്ട യേശുവിലൂടെ പ്രാപിക്കാം. നമ്മുടെ ഈ മിഷൻ മന്തിൽ കൊടുക്കാനും പ്ലാൻ ചെയ്യാം. ഇതിന് 2 വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, അങ്ങയുടെ ഏകജാതനായ പുത്രനെ നൽകിയപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നത് ആ പുത്രൻ നിമിത്തം നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും, പാപമോചനവും രോഗസൗഖ്യവും സാമ്പത്തിക നന്മകളും ഹൃദയ സമാധാനവും കുടുംബ അനുഗ്രഹവും എല്ലാം ക്രിസ്തു നിമിത്തം ഞങ്ങൾക്ക് സൗജന്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കേവർക്കും വേണ്ടി നൽകിയവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? യേശു ക്രിസ്തുവിൻ്റെ കൂടെ സകലവും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന മനസ്സമാധാനമില്ലാത്ത വ്യക്തിക്ക് ക്രിസ്തു നിമിത്തം, കർത്താവെ അങ്ങ് ക്രൂശിൽ ഞങ്ങളുടെ സമാധാനത്തിനായിട്ട് ശിക്ഷ അങ്ങ് എടുത്തെങ്കിൽ ഞങ്ങളിനി ആ സമാധാനത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങാണ് അതിന് കഷ്ടം അനുഭവിച്ചത്. ഈ മകന് സമാധാനം ഉണ്ടാകട്ടെ, തകർന്ന ഹൃദയം മാറട്ടെ, വലിയ ടെൻഷൻ വിട്ടുമാറട്ടെ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവെ, അവിടുന്ന് അടിപ്പിണരേറ്റത് ഞങ്ങളുടെ സൗഖ്യത്തിനാണ്. ഇത് കേൾക്കുന്ന ചിലർ ക്യാൻസർ രോഗികളാണ് കർത്താവെ. ഇത് കേൾക്കുന്ന ചിലർ മറ്റ് പല ശാരീരിക രോഗങ്ങളാൽ, വേദനകളാൽ, ഓപ്പറേഷൻ പോലും വിധിക്കപ്പെട്ട നിലയിലിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. രോഗബന്ധനത്തെ അഴിക്കുന്നു, പൈശാചി ബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. സാമ്പത്തിക വിടുതലുകൾ മാത്രമല്ല കർത്താവെ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ പാപം മോചിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കുവാൻ, യേശുവിന് വേണ്ടി ഹൃദയം തുറന്നാട്ടെ, യേശുവിൽ വിശ്വസിച്ചാട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ചാട്ടെ, എൻ്റെ പാപം യേശു എടുത്തെന്ന് വിശ്വസിച്ച് പാപം ക്ഷമിക്കപ്പെടുകയാണ്, നിത്യജീവൻ്റെ ഓഹരി ലഭിക്കുക. കർത്താവ് അത് നൽകുന്നതിനായി നന്ദി. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, അനേകർക്ക് കൊടുക്കാനും കൂടെ ആണല്ലോ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ TV പ്രോഗ്രാം ഞങ്ങളെല്ലാവരെയും അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഞങ്ങൾ ഒന്നിച്ച് മിഷൻ മാസങ്ങളിൽ, കർത്താവാണല്ലോ ഈ മിഷൻ മാസങ്ങൾ ഒരുക്കിയത്, ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല മക്കളും മിഷൻ മന്ത്സിൽ കൊടുക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കയ്യിലെ തുകയുടെ വലിപ്പമല്ല, അവരുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണല്ലോ നീ നോക്കും. അവരെ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ ജോലിയെ കർത്താവ് ഭൗതികമായി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 3 വർഷത്തിന് ശേഷം ഒരു പങ്ക്, എപ്പോഴും ഈ അവസരം ലഭിക്കില്ല, എപ്പോഴും ഞങ്ങളിത് പറയത്തില്ല, ഈ പ്രാവശ്യം ഒരു പങ്ക് ഒന്ന് മാറ്റിവെച്ച് കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ചില വലിയ തുകകൾ ഓഫീസിൽ കൊണ്ടുതന്നു, TV പ്രോഗ്രാമിന് വേണ്ടി കൊടുത്തു. അപ്പോൾ തന്നെ ചിലർ
നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ വലിയ തുകയല്ലായിരിക്കും, ചെറിയ തുകയെന്ന് തോന്നും. പക്ഷേ ദൈവമുമ്പിൽ വലുതാണ്. ചിലർ ചെറിയ തുകയായിരിക്കും, അതും നൽകി തന്നു. നമുക്കൊന്നിച്ച് കൊടുക്കാം. ഒന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ നമ്മുടെ മിഷൻസിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.